നമസ്കാരം. പട്ടിണിയുടെയും കത്തിക്കാളുന്ന വിശപ്പിൻ്റെയും അനുഭവങ്ങൾ കൊണ്ട് ദീപ്തങ്ങളായിരുന്നു ബഷീറിൻ്റെ ഓരോ കഥകളും. MT വാസുദേവൻ നായർ ആ കഥാവൈഭവത്തെ കൃത്യമായി അടയാളപ്പെടുത്തിയിട്ടുണ്ട്. നുണയെ നേരാക്കുന്ന കഥാവിദ്യ, അത് നമ്മൾ ഒരുപാട് കണ്ടതാണ്. എന്നാൽ നേരിനെ മനോഹര നുണയാക്കുന്ന ഒരു മാസ്മരിക വിദ്യ കൂടി ഉണ്ട് എന്ന് നാം കണ്ടത് ബഷീറിലൂടെയാണ്. ഒരിക്കൽ VKN ബഷീറുമൊത്ത് KP കേശവമേനോനെ കാണാൻ പോയി. ബഷീർ മീൻ കഴിക്കില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഇന്ന് തുടങ്ങിക്കളയാം എന്നാണ് മറുപടി. അയല പൊരിച്ചത് കഴിച്ച ശേഷം അത് കൂടുതൽ മനോഹരമായി പൊരിക്കുന്നത് എങ്ങനെ എന്നൊരു ക്ലാസ് കൂടി ബഷീർ എടുത്തു കൊടുത്തു. അങ്ങനെയെങ്കിൽ കൂടുതൽ നന്നാകുമായിരുന്നു, എങ്കിൽ അയലയ്ക്കു തന്നെ സന്തോഷമാകുമായിരുന്നു എന്നാണ് ബഷീറിൻ്റെ കണ്ടെത്തൽ. അയലയെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് ആനവാരിയും പൊൻകുരിശും എന്ന കഥയിലെ ആനവാരിയുടെ ആ ചോദ്യം ഓർത്തുപോയത്. ആനവാരി ചോദിക്കുന്നു, ക്രിസ്ത്യാനികൾ തിന്നാത്തത് വല്ലതുമുണ്ടോ? പൊൻകുരിശിൻ്റെ മറുപടി, ഉണ്ടേ ഉണ്ട്. ഇഴഞ്ഞു നടക്കുന്നതിൽ കന്നുകാലിക്കയറ്, 4 കാലുള്ളതിൽ കട്ടിൽ, 2 കാലുള്ളതിൽ ആനവാരി രാമൻ നായർ മുതൽപ്പയർ, പിന്നെ പറന്നു നടക്കുന്നതിൽ അപ്പുപ്പൻ താടി, പിന്നെ എയ്റോപ്ലെയിൻ. ഇതൊന്നും സത്യക്രിസ്ത്യാനിക്ക് വിധിയില്ല. ബഷീർ എന്ന സഹജീവി സ്നേഹിയെ തിരിച്ചറിയാൻ ഈ ഒരൊറ്റ സംഭവം മാത്രം മതി. കട്ടൻ ചായ കുടിച്ചു കഴിഞ്ഞാൽ, ബഷീറിൻ്റെ ഭാഷയിൽ അത് സുലൈമാനിയാണ്, അത് കുടിച്ചു കഴിഞ്ഞാൽ ബഷീർ എപ്പോഴും ഗ്ലാസ് കമഴ്ത്തി വയ്ക്കും. ഇതെന്താ ഇങ്ങനെയെന്ന് ബഷീറിനോട് ചോദിച്ചിട്ടുണ്ട്. അതിനുള്ള ബഷീറിൻ്റെ ഉത്തരം, നമ്മൾ സുലൈമാനി കുടിച്ചു കഴിയുമ്പോൾ എത്രയായാലും കുറച്ച് തുള്ളികൾ ബാക്കിയുണ്ടാകും, അതിൽ വല്ല ഉറുമ്പുകളും വീണ് ചത്തുപോയാലോ. അതായിരുന്നു ബഷീറിൻ്റെ വിഷമം. ബഷീർ ഒരു ചായക്കടയിൽ ചായ കുടിക്കാൻ കയറിയതാണ്. തൻ്റെ കാലൻകുട ആ നാടൻ കടയുടെ ചായ്പിൽ തൂക്കി അകത്തെ ബെഞ്ചിൽ ചായ കുടിക്കാനിരുന്നു. അപ്പോഴാണ് അവിടെ നിന്നും ചായ കുടിച്ചിറങ്ങിയ ഒരാൾ തൻ്റെ കുടയുമെടുത്ത് കൂളായി നടന്നു പോകുന്നത് ബഷീർ കാണുന്നത്. ബഷീർ അയാളെ കൈകൊട്ടി വിളിച്ചു. എന്നിട്ട് ചോദിച്ചു, താങ്കളാണോ വൈക്കം മുഹമ്മദ് ബഷീർ? അയാൾ പറഞ്ഞു, അല്ല. എങ്കിൽ ആ കുട അവിടെ വെച്ചിട്ട് പോകണം, അത് എൻ്റേതാണ്. ബഷീറിൻ്റെ മറുപടി അതായിരുന്നു. ബഷീറിൻ്റെ സ്ത്രീ കഥാപാത്രങ്ങൾ എല്ലാം ധൈര്യശാലികളാണ്. പുരുഷ കഥാപാത്രങ്ങൾ ദുർബല സ്വഭാവികളും. ലിവിങ് ടുഗദറും ചുംബന സമരവുമൊക്കെ പണ്ടേ കണ്ടുപിടിച്ച ആളാണ് ബഷീർ. ബഷീറിൻ്റെ പെണ്ണുങ്ങൾ ആണുങ്ങളെ പരിഹസിക്കുന്നവരുമാണ്. പ്രേമലേഖനത്തിൽ കേശവൻ നായർ തലകുത്തി നിൽക്കുന്ന രംഗം മാത്രം ഓർത്താൽ മതിയല്ലോ. കാലിക്കറ്റ് സർവകലാശാലയുടെ ഡീലിറ്റ് ബഹുമതി സ്വീകരിച്ചുകൊണ്ടുള്ള ചെവിയോർക്കുക അന്തിമ കാഹളം എന്ന പ്രസംഗത്തിൽ ബഷീർ സ്ത്രീയെ നിർവചിക്കുന്നത് ഇങ്ങനെയാണ്: മൊശട്ടനും കാട്ടാളനുമായ പുരുഷനെ നേർവഴിക്ക് നടത്താനായി ദൈവം തമ്പുരാൻ അനുഗ്രഹമായി സൃഷ്ടിച്ച മൃദുല സുരഭില മാദക മോഹന പ്രതിഭാസമാണ് സ്ത്രീ. ബഷീറിൻ്റെ സൗന്ദര്യ സങ്കല്പത്തിലും സ്ത്രീക്ക് തന്നെയാണ് പ്രാധാന്യം. ഒരു വേദിയിൽ ബഷീർ പ്രസംഗം തുടങ്ങിയത് ഇങ്ങനെയായിരുന്നു: എനിക്ക് 200 വയസ്സ് കഴിഞ്ഞു, കാഴ്ചയൊക്കെ മങ്ങിത്തുടങ്ങി, എങ്കിലും എൻ്റെ മുന്നിലിരിക്കുന്ന സുന്ദര ശിംഗങ്ങളെയെല്ലാം എനിക്ക് കാണാൻ കഴിയും. ഇവിടെ എൻ്റെ മുന്നിലിരിക്കുന്ന എല്ലാ സുന്ദരികൾക്കും ദൈവം തമ്പുരാൻ കൂടുതൽ കൂടുതൽ സൗന്ദര്യം നൽകട്ടെ. പുരുഷ കേസരികൾക്ക് ഇപ്പോഴുള്ള സൗന്ദര്യമൊക്കെ ധാരാളം മതി. IV ശശി സംവിധാനം ചെയ്ത 1921 എന്ന സിനിമയുടെ 100ാം ജന്മദിനാഘോഷമാണ് ചടങ്ങ്. നായകൻ മമ്മൂട്ടി അടക്കമുള്ള നടീനടന്മാരെല്ലാം വേദിയിലുണ്ട്. ബഷീർ തുടങ്ങിയത് ഇങ്ങനെയായിരുന്നു: ഒരു കാലത്ത് സുന്ദര ശിംഗമായ മമ്മൂട്ടിയെപ്പോലെ സുന്ദര സുമുഖനായിരുന്നു ഞാനും. തലനിറയെ സമൃദ്ധമായി വിളഞ്ഞ മുടി, കത്തിജ്വലിക്കുന്ന മുഖസൗന്ദര്യം. പിന്നീടാണ് ഈ വിനീത ചരിത്രകാരൻ്റെ തലമുടിയെല്ലാം സാഹിത്യത്തിനു വേണ്ടി ബലിയർപ്പിച്ചത്. എഴുത്തുകാരനായ CJ തോമസ്
അതിപ്രശസ്തനായ MB പോളിൻ്റെ മകൾ റോസി തോമസിനെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. ഈ സമയത്ത് റോസിയോട് ബഷീർ പറഞ്ഞു, എല്ലാവർക്കും തോമസിനോട് അസൂയയാണ്. റോസി ചോദിച്ചു, അപ്പോൾ നിങ്ങൾക്ക് അസൂയയില്ലേ? ബഷീറിൻ്റെ മറുപടി വ്യത്യസ്തമായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഉണ്ട്, എൻ്റെ അസൂയ MB പോളിനെ പോലെ ഒരു അമ്മായിയപ്പനെ CJക്ക് കിട്ടുന്നതിലാണ് എന്ന് മാത്രം. കൗമുദി ആഴ്ചപ്പതിപ്പിൽ പ്രസിദ്ധീകരിക്കാൻ K. ബാലകൃഷ്ണൻ വീട്ടിൽ ചെന്ന് ബഷീറിനോട് ഒരു കഥ ചോദിച്ചു. അദ്ദേഹം കൊടുത്തില്ല. അന്ന് ഭാർഗവി നിലയം എന്ന സിനിമയുടെ തിരക്കഥ എഴുതി വച്ചിരിക്കുകയായിരുന്നു അവിടെ ബഷീർ. ഭാർഗവി നിലയത്തിൻ്റെ തിരക്കഥ മോഷ്ടിച്ചു കൊണ്ടുവന്ന് K. ബാലകൃഷ്ണൻ കൗമുദിയിൽ അച്ചടിച്ചു. ബഷീർ പിന്നാലെ ഓടിയെത്തി. ഭാർഗവി നിലയത്തിൻ്റെ തിരക്കഥ അച്ചടിച്ച് തുടങ്ങിയിരുന്നു. പുതിയ കഥ തന്നാൽ അച്ചടി നിർത്തി തിരിച്ചു തരാം എന്നായി ബാലകൃഷ്ണൻ. അങ്ങനെ 1.5 ദിവസം കൊണ്ട് എഴുതിയതാണ് മതിലുകൾ. ആ വാർഷിക പതിപ്പ് 2 തവണ അച്ചടിച്ചു. എത്ര തുക വേണമെങ്കിലും എഴുതിയെടുക്കാൻ പറഞ്ഞ് ബാലകൃഷ്ണൻ ഒരു ബ്ലാങ്ക് ചെക്ക് ബഷീറിന് അയച്ചു കൊടുത്തു. അതിൻ്റെ മറുവശത്ത്, നീ ഈ തുക കൊണ്ട് ചന്ദ്രികയ്ക്ക്, എന്ന് പറഞ്ഞാൽ ബാലകൃഷ്ണൻ്റെ ഭാര്യ, ഒരു സാരി വാങ്ങിക്കൊടുക്ക് എന്ന് പറഞ്ഞ് ബഷീർ അത് തിരുവനന്തപുരത്തേക്ക് തിരിച്ചയച്ചു. പൂച്ചയ്ക്ക് പേരിടുമ്പോൾ അത് മുസ്ലിം പൂച്ചയാണെങ്കിൽ മുസ്ലിം പേരിടണം എന്ന് പറയുന്ന മാന്ത്രിക പൂച്ചയിൽ മതങ്ങളെ രോമമതങ്ങൾ എന്ന് ബഷീർ വിശേഷിപ്പിക്കുന്നുണ്ട്. ഇതുവരെ ഭൂമിയിൽ ഉണ്ടായിട്ടുള്ള മതങ്ങളെല്ലാം രോമത്തിന് വലിയ പ്രാധാന്യം കൊടുത്തിട്ടുണ്ടത്രേ. കുറേ രോമം വടിച്ചു കളഞ്ഞ്, കുറേ രോമം അവിടെ നിർത്തി, കുറേ രോമം ഇവിടെ നിർത്തി, ചിലത് തീരെ വടിച്ചു കളഞ്ഞ്, ചിലത് മുഴുവൻ നിർത്തി, ഇങ്ങനെ രോമമതങ്ങൾ. ഇപ്പോൾ രോമമതങ്ങളുടെ പിടിയിൽ നിന്നും മനുഷ്യ സമൂഹം മുക്തമായി വരുന്നുണ്ട് എന്നുമുണ്ട് ബഷീറിൻ്റെ കണ്ടെത്തൽ. എല്ലാ ആനകളുടെയും പേര് ഹിന്ദുവിൻ്റേതായതുകൊണ്ടാണ് ബഷീർ യൂസഫ് എന്നൊരാനയ്ക്ക് പേരിട്ടത്. ആനയ്ക്ക് മതം കൂടി നൽകുന്നതിൻ്റെ നിരർത്ഥകതയാണ് ബഷീർ ചോദ്യം ചെയ്യുന്നത്. ആഫ്രിക്കയിലെ ആനകളും ഹിന്ദുക്കളാണോ എന്നും ബഷീർ ചോദിക്കുന്നുണ്ട്. ആനയ്ക്ക് ജാതിയില്ലെങ്കിൽ മനുഷ്യൻ എന്തിനാണ് ജാതി? ആയിരത്തി 1985 കാലം. ശരീഅത്ത് വിവാദം ശരിക്കും കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന നാളുകൾ. ഈ നിയമത്തെ ദുരുപയോഗം ചെയ്യുന്നവരെക്കുറിച്ച് ബഷീർ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഇമ്മാതിരി ആണുങ്ങളുടെയൊക്കെ പെണ്ണുകെട്ടി യന്ത്രം മുറിച്ച് കഴുത്തിൽ കെട്ടിത്തൂക്കണം. എവിടെയായാലും അവിടെ പൂന്തോട്ടം നിർമ്മിക്കുക എന്നതായിരുന്നു ബഷീറിൻ്റെ ഒരു ഇഷ്ടവിനോദം. പൂന്തോട്ടം എന്നല്ല, പൂങ്കാവനം എന്നായിരുന്നു ബഷീർ പറഞ്ഞിരുന്നത്. വീട്ടുമുറ്റത്തെന്നതുപോലെ ജയിലിലായാലും ചികിത്സയ്ക്ക് പോയിരുന്ന ആശുപത്രികളിലായാലും ബഷീർ പൂങ്കാവനങ്ങൾ നിർമ്മിച്ച് അതിൽ ആനന്ദം കണ്ടെത്തിയിരുന്നു. ഒരിക്കൽ MN കാരശ്ശേരി മാസ്റ്റർ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ മകൾ ഷാഹിനയെ ബഷീർ നിർത്താതെ ചീത്ത പറയുകയാണ്. കാരണം തിരക്കിയപ്പോൾ ഷാഹിനയുടെ മറുപടി ഇതായിരുന്നു: ഈ റോസച്ചെടിയിലുള്ള പുഴുക്കളെയും കീടങ്ങളെയുമൊക്കെ തട്ടിക്കളയുകയായിരുന്നു ഞാൻ. അതിനാണ് ഈ ബഹളമൊക്കെ. ഭൂമിയിലെ ചെറുതും വലുതുമായ സകല ജീവജാലങ്ങളെയും ഭൂമിയുടെ അവകാശികളായി കരുതിയിരുന്ന ബഷീറിന് മകളുടെ ഈ പ്രവൃത്തി ഒട്ടും ഇഷ്ടമായില്ല. അവയൊക്കെ തട്ടിക്കളയാൻ നിനക്കാരാണ് അധികാരം നൽകിയത് എന്ന് ചോദിച്ചായിരുന്നു ഈ വഴക്കുകൾ മുഴുവൻ. പരിസ്ഥിതിക്ക് വേണ്ടി പോരാട്ടത്തിനിറങ്ങുന്നവരെ പുച്ഛിച്ച് തള്ളുന്നവരെ നോക്കി ബഷീർ ഒരിക്കൽ പറഞ്ഞു, ഇങ്ങനെ പോയാൽ കേരളം മരുഭൂമിയാകും. അത് നല്ലതാണ്. മരുഭൂമിയായാൽ പിന്നെ നമുക്കിവിടെ നിന്ന് എണ്ണ കുഴിച്ചെടുക്കാമല്ലോ. ഒരിക്കൽ ബഷീറിനെ പോലീസ് പിടിച്ചു. പിടിച്ച ഉടനെ ബഷീർ പോലീസുകാരോട് പറഞ്ഞു, എന്നെ അടിക്കരുത്. ദേഷ്യം വന്ന പോലീസുകാരൻ പോലീസ് ഭാഷയിൽ ചോദിച്ചു, അടിച്ചാൽ നീ എന്ത് ചെയ്യൂടാ? ബഷീറിൻ്റെ മറുപടി, ഞാൻ കരയും. എഴുതിക്കൂട്ടിയ ജീവിതാനുഭവങ്ങളെക്കാളേറെ ജീവിത വഴികൾ താണ്ടിയ ബഷീർ ഒരിക്കൽ പറഞ്ഞു, കഥ എഴുതാതെയും എനിക്ക് ജീവിക്കാൻ അറിയാം. ജീവിതത്തിൽ എന്നെ തോൽപ്പിക്കാൻ
ആർക്കും ആവില്ല. ഈ ആത്മവിശ്വാസമാണ് ബഷീറിനെ ബഷീറാക്കി മാറ്റിയത്. അങ്ങനെയാണ് വിശ്വത്തിൻ്റെ ഒരു ഭാഗത്തിരുന്ന് ജീവിതം കുത്തിക്കുറിച്ച് ബഷീറും ഒരു വിശ്വസാഹിത്യകാരനായി വളർന്നത്.